ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടന ടെസ്റ്റ് ബഹിഷ്കരണത്തിന് പുറമെ പരിശീലനങ്ങളും നിർത്തിവെക്കും. ഈ മാസം 13-ന് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. അതേസമയം സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. പരിഷ്കരണത്തിലെ ഇളവുകൾ അംഗീകരിച്ചുകൊണ്ട് CITU പണിമുടക്കിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെയാണ് സമരം ശക്തമാക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. തിരുത്തിയ ഉത്തരവിലെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ സമരപരിപാടികൾ ശക്തമാക്കുമെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ടെസ്റ്റ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനമാണ്. ഇന്നു മുതൽ 4/2024 സർക്കുലർ പിൻവലിക്കുന്നവരെ നമ്മൾ ഡ്രൈവിംഗ് പരീക്ഷയ്ക്ക് കയറുന്നില്ല, കുട്ടികളെ കൊണ്ട് കയറുന്നില്ല. ഹാൻഡ് സിഗ്നൽ, റോഡ് ടെസ്റ്റ് പരിശീലനം റോഡുകൾ തന്നെ നടപ്പിലാക്കാൻ അനുവദിക്കുക, ഗ്രൗണ്ടുകളിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും സമരസമിതിയുടെ പ്രതികരണം. സംഭവം നമുക്ക് പഠിപ്പിക്കാനുള്ള അനുവാദം തരിക. അതായത് ഈ പ്രാക്ടീസ് ഗ്രൗണ്ട് എല്ലാം ടെസ്റ്റ് കഴിഞ്ഞ ശേഷം അടച്ചിട്ടേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെച്ചപ്പെട്ട പ്രാക്ടീസ് കുട്ടികളെ പഠിപ്പിക്കാൻ ചെയ്യണം. ഈ ഗ്രൗണ്ട് തുറന്നു തരിക. നമുക്ക് 10 തൊട്ടേ പഠിപ്പിക്കാൻ അനുവാദമുള്ളൂ. 10 തൊട്ട് 5 വരെ പഠിപ്പിക്കാൻ അനുവാദമുള്ളൂ. തിരക്കുള്ള സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ പാടില്ല. ഈ തിരക്കുള്ള സ്ഥലങ്ങളിൽ പഠിപ്പിച്ചാലല്ലേ ഈ കുട്ടികളെ എക്സ്പീരിയൻസ് ഡ്രൈവർ ആവുള്ളൂ. ഡ്രൈവിംഗ് പരിശീലനം നിർത്തലാക്കിക്കൊണ്ടുള്ള സമര പരിപാടികളിലേക്ക് കടക്കാനും സംയുക്ത സമരസമിതിയുടെ ആലോചനയുണ്ട്. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്നും അറിയിച്ചു. ജനം, തിരുവനന്തപുരം.